സർ, ഒരുപാട് ഇപ്പോൾ സൈലന്റ് അറ്റാക്കുകളെ പറ്റി കേട്ടുവരുന്നുണ്ട്. ശരിക്കും എന്താണ് ഈ സൈലന്റ് അറ്റാക്ക്? സാധാരണയായി നെഞ്ചുമനെ പോലെയുള്ള വ്യക്തമായ ലക്ഷണങ്ങൾ ഇല്ലാത്ത ഹാർട്ട് അറ്റാക്കാണ് സൈലന്റ് അറ്റാക്ക് എന്ന് പറയുന്നത്. ക്ഷീണം, വിയർക്കല്, ശ്വാസതടസ്സം, ഓക്കാനം, ജോയിലെയോ കഴുത്തിലെ വേദന, അസിഡിറ്റി, ഗ്യാസ് സിംറ്റംസ് ഒക്കെ സൈലന്റ് അറ്റാക്ക് ആവാം. പ്രധാനമായി സൈലന്റ് അറ്റാക്ക് കാണുന്നത് സ്ത്രീകളിലും ഡയബറ്റിക് പേഷ്യൻസിലാണ്, പ്രമേയ രോഗികളുമാണ്. കണക്കുകൾ പറയുന്നത് ഇന്ത്യയിൽ 20-30% മരണങ്ങളും ഹൃദ്രോഗം ഹാർട്ട് അറ്റാക്ക് മൂലമാണ്. അതിൽ 5 ഹാർട്ട് അറ്റാക്കിൽ 1 ഹാർട്ട് അറ്റാക്ക് സൈലന്റ് അറ്റാക്ക് ആണ്. സോ സൈലന്റ് അറ്റാക്ക് നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പരിധി വരെ എങ്ങനെ വരാതിരിക്കാൻ എങ്ങനെ തടയാൻ പറ്റും? യൂഷ്വലി ഹാർട്ട് അറ്റാക്ക് 40 വയസ്സിന് മുകളിലാണ് വരാറ്. അതല്ലെങ്കിൽ 40 വയസ്സ് താഴെ വരണമെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവണം, ചെറുപ്പകാലത്ത് ഡയബറ്റീസ് ഉണ്ടാവണം, റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവണം. 40 വയസ്സിന് ശേഷം റെഗുലറായിട്ട് ഹെൽത്ത് ചെക്കപ്പ് വേണം. BP മോണിറ്ററിങ്, ഷുഗർ ലെവൽസ് മോണിറ്ററിങ്, കൊളസ്ട്രോൾ മോണിറ്ററിങ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഡയറ്റ് മോഡിഫിക്കേഷന്, ലെസ് ഓഫ് ഓയിലി ഫാറ്റി ഫുഡ്, കൊഴുപ്പിൽ ഭക്ഷണം കുറക്കുക, പച്ചക്കറികളും ഫ്രൂട്ട്സും നന്നായി കഴിക്കാം, കാർബോഹൈഡ്രേറ്റ്സ് കുറക്കുക, പിന്നെ ഫൈബർ കൂട്ടുക, പിന്നെ എക്സസൈസ്, റെഗുലർ എക്സസൈസ്. അത് ആഴ്ചയിൽ ഇപ്പോൾ 7 ഡേയ്സിൽ മിനിമം 5 ഡേയ്സ് എക്സസൈസ് ചെയ്യണം. ഈ ഹൃദ്രോഗികളിൽ 40% രോഗികൾ മാത്രമേ ഹോസ്പിറ്റലിൽ എത്താറുള്ളൂ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. 60% ഹൃദ്രോഗികളും ഹോസ്പിറ്റലിൽ എത്താൻ പറ്റാതെ വഴിയിൽ മരണപ്പെടുന്ന ആൾക്കാരാണ്. ജിമ്മിൽ മരണപ്പെടുന്ന ആൾക്കാർ, ജോലി സ്ഥലത്ത് മരിക്കുന്ന ആൾക്കാർ, ഹോസ്പിറ്റലിൽ വഴിയിൽ മരിക്കുന്ന ആൾക്കാർ.